നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതിനേക്കാളും വലിയ ഒരടി നിങ്ങൾക്ക് ഇനി കിട്ടാനില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതേ വേറെ ആരുമല്ല, സ്വന്തം മകള് തന്നെയാ. ഇതൊക്കെയാണ് കാലത്തിന്റെ തിരിച്ചടി. അനുഭവിച്ചോ. എന്റെ പൊന്നമുദം, ഞാൻ വന്നോളാം. നീ ഒന്ന് ഫോൺ വെക്ക്. ഒരു അമുദം കുമുദം. ഏതാവള്? എന്താ അവളോട് ഇത്ര സംസാരിക്കാനുള്ള? ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന് ആക്സിഡന്റ് നടന്ന കാര്യം. അവർ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയെന്ന് അറിയാൻ വേണ്ടിയാ. ഇതൊക്കെ അന്വേഷിക്കേണ്ട എന്താവശ്യം ശരത്തേട്ടനുള്ളത്? ശരത്തേണ്ട ആരാ അവര്? ഇവിടെയാണോ അന്ന് ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോയത്? ഇപ്പൊ ദേവിക പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുവാ. ഓഹോ, അപ്പോ നിനക്ക് എന്നെക്കാളിൽ വിശ്വാസം ആ ദേവികയാണല്ലേ? ഞാൻ ആരെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയെന്നാ അന്ന് അവർ അങ്ങനെ ഒരു തോന്നിവാസം പറഞ്ഞു. ഞാൻ അന്നേരമേ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞല്ലേ. ഇതിപ്പോ അമത് ഇങ്ങോട്ട് വിളിച്ചു, ഞാൻ ഡിസ്ചാർജ് ആയോന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ വിളിച്ച് ചോദിക്കാം അമൃതത്തോട് ക്ഷേമം. ആരെങ്കിലും ഒക്കെ തിരക്കാ പോരെ, എന്നിട്ട് ഞാൻ ശരത്തേട്ടനോട് വിവരം പറയാം. അതെന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ആദ്യം നീ ആ ഫോൺ ചെയ്താ തരുന്നില്ല. നിത്യക്കുട്ടി, ഞാൻ മര്യാദക്ക് പറയാം, ആ ഫോണി ഇല്ല. ഫോൺ തരാൻ. ശരത്തേട്ടൻ വിട്, തരില്ലെന്ന് പറഞ്ഞില്ലേ? ഫോൺ തരാനാ പറഞ്ഞു. ഞാൻ തരില്ല. ഈ ഫോണ് തൽക്കാലം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ആരെയൊക്കെ വിളിക്കുന്നെന്ന് എനിക്ക് കൂടെ അറിയണമല്ലോ. നിത്യക്കുട്ടി, ശരത്തേണ പറയുന്നേ, ഫോൺ താ. തരത്തില്ല എന്ന് പറഞ്ഞാ തരത്തില്ല. എനിക്കറിയണം ആരാ അമുദോന്ന്. അവളോട് സംസാരിച്ചിട്ട് ഞാൻ ഫോൺ തരാം. നിത്യമോളെ, ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിലെ നമ്മുടെ തണ്ണിമത്തൻ തോട്ടത്തിൽ ഒരു മത്തങ്ങയുടെ കാര്യം എനിക്ക് അറിയണ്ട. അവരെന്തിനാ ശരത്തേട്ടനെ കൂടെ കൂടെ വിളിക്കുന്നതെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. നീ എന്താ നിത്യക്കുട്ടി ഇങ്ങനെ? കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളല്ലേ. നമ്മുടെ തമിഴ്നാട്ടിലെ മാനേജർ പെങ്ങളവര്. ആ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി അവരെ വിളിക്കുന്നില്ല. നമ്പറും ഡീറ്റെയിൽ കളഞ്ഞേക്കാം. ആ ഫോണിങ് തരത്തില്ല എന്ന് പറഞ്ഞാ തരത്തില്ല. അങ്ങനെ ഇപ്പൊ ആരും എന്നെ പൊട്ടിയാക്കാൻ നോക്കണ്ട. എന്റെ ഫോണിങ് തരാൻ. ഫോൺ തരാൻ എന്നെ പറഞ്ഞു. തരാനാ പറഞ്ഞ. ഫോൺ തരാൻ. പറഞ്ഞ മനസ്സിലാവും. എന്റെ വീട്ടിൽ വന്ന് എന്റെ കുഞ്ഞിനെ നേരെ കൈ വാങ്ങുന്നോടാ. മോളെ വിട് മോളെ. ക്ഷമിക്കണം എന്നോട്. പെട്ടെന്നുള്ള ദേഷ്യത്തില് അറിയാതെ ചെയ്തു പോയതാ. ഒരുപാട് ടെൻഷനിലായിരുന്നു. കൊറേ നേരമായി നിത്യ എന്നെ ഓരോന്നും പറഞ്ഞ് ചൊടിപ്പിച്ചോണ്ട് അറിയാതെ പറ്റിപ്പോയതാ. മോളെ വിട്ടേ. ക്ഷമിക്കണം അച്ഛാ, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ശരത്തേട്ടൻ പറഞ്ഞത് സത്യം അച്ഛാ. ഞാൻ കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ശരത്തേ ഓനെ, ഇനി അടിച്ചിറക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടോ കൈക്ക് എല്ലില്ലാഞ്ഞിട്ടോ അല്ല. എന്റെ മോക്ക് നിന്നെ അസ്ഥിയെ പിടിച്ചോണ്ട. ഇല്ലെങ്കിൽ നിന്റെ അസ്ഥി എന്നേ ഞാൻ ചവിട്ടി ഓടിച്ചേനെന്നറിയാവോ. അതുകൊണ്ട് ഒരു കാര്യം നീ ഓർത്തോ, എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരാൻ തീരുമാനിച്ചെന്ന് കരുതി മനോഹരന്റെ ചുമലിൽ നിന്ന് ഭാരം ഒഴിച്ച് തല്ലാനും കൊല്ലാനും വിട്ടുതരുവാന്ന് നീ കരുതണ്ട. എന്റെ മോക്ക് താങ്ങും തണലുമാകാൻ ഞാനുണ്ടാവും എന്റെ മരണം വരെ. അതുകൊണ്ട് നീ കൂടുതൽ വിളച്ചിലൊന്നും എടുക്കണ്ട.
മനോഹരേട്ടാ മതി. മോളെ വിളിച്ചോണ്ട് അകത്തുപൊടി. എടാ മനോഹര, എന്നതാണ്? അയ്യോ ഒന്നുമില്ല. ശരത്ത് മോനെ, നിത്യമോളെ അടിക്കാൻ ഒന്ന് കൈയോങ്ങി, അത്രേ ഉള്ളൂ. ആഹാ, അത്രേ ഉള്ളോ? ഈ നിസ്സാര കാര്യത്തിനാണോ നീ കിടന്ന് ബഹളം വെക്കുമേ? എടാ, ഭർത്താക്കന്മാര് ചിലപ്പോ ഭാര്യമാരെ തല്ലിയെന്നൊക്കെ ഇരിക്കും. എന്റെ അച്ഛൻ മരിച്ച് മുകളിലേക്ക് പോകുന്നതിന് മുമ്പേ നല്ല 4 എണ്ണം നിങ്ങൾക്കിട്ട് തന്നിരുന്നെങ്കിലേ അതുകൊണ്ട് കുറച്ച് അടക്കം ഉണ്ടായേനെ. മനോഹര, നീ മിണ്ടരുത്, പറഞ്ഞു കേട്ടല്ലോ. ശരത്തുമോൻ വിഷമിക്കണ്ട, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് കയറുന്നതാ. മോൻ വന്നേ. നിനക്കിപ്പോ ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി കാണുമല്ലോ അവന്റെ സ്വഭാവം. ഞാൻ വെറുതെ സംശയിച്ച് വഴക്കിട്ടതുകൊണ്ടാ ശരത്തേട്ടൻ. ഇതിപ്പോ പലതവണയായി ഞാൻ പലരും പറയുന്നത് കേട്ട് ശരത്തേട്ടനെ വെറുതെ സംശയിക്കാൻ തുടങ്ങിയിട്ട്. പഴി നീ മറ്റുള്ളവരുടെ പുറത്തേക്ക് ചാരി ശരത്തേട്ടനെ രക്ഷിക്കാൻ നോക്കണ്ട. നിത്യ, എന്നെയാണ് നീ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. നിത്യ എന്ത് പറഞ്ഞാലും ശരി, ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം. നിത്യ കാണുന്നതല്ല ശരത്തിന്റെ യഥാർത്ഥ സ്വഭാവം. ഞാൻ ശരത്തിനെ അന്ന് ഭ്രാന്ത് കയറി വെട്ടിയെന്നതല്ലേ ശരത്തിന്റെ കഥ? എന്തിനാ വെട്ടിയെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിഞ്ഞൂടെ മോളെ അവനെ. മനോഹര, എന്താ അമ്മേ? ശരത്തുമോന് ഭയങ്കര സങ്കടമായിപ്പോയി. ഒയ്യോ, എന്നാത്തിനാ? നിത്യമോളെ സങ്കടപ്പെടുത്തിയതിന് പാവം കരയുക. പൊറുക്കണേ മുത്തശ്ശീന്ന് എന്നോട് പറഞ്ഞു കുറേ കരഞ്ഞു. പാവം. അയ്യോ ശോകം. ഇവിടെ കൂട്ടക്കരച്ചില്ല അന്നേരോ. എടാ മനോഹര, നീ ഇത് വലിയ വിഷയമൊന്നും ആക്കണ്ട. അല്ല, എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഒരുപാട് പേര് കാണും. അമ്മ പറഞ്ഞതാ മനോഹരേട്ട ശരി. നമ്മളിത് വലിയ പ്രശ്നമാക്കണ്ട. നിത്യയെ വഴക്ക് പറയാനും ഒന്ന് തല്ലാനും ഉള്ള സ്വാതന്ത്ര്യം ശരത്തിനുണ്ടല്ലോ. എന്ത് സ്വാതന്ത്ര്യ ഉള്ളേ? എന്ത് സ്വാതന്ത്ര്യ ഉള്ളതെന്ന്